ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഡിവൈൻ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്, ദൈവത്തിന് എന്താണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് എന്നെല്ലാം നമുക്കിന്ന് നോക്കിയാലോ. ക്യൂൻ ഓഫ് വാൻസ്, ദ ഹങ്ങഡ് മാൻ, പേജ് ഓഫ് വാൻസ്. ഇപ്പം നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ ചെറിയ ഒരു പോസിറ്റിവിറ്റി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതായത് ഇത് ഹങ്കഡ് മാൻ വന്നത് തലകീഴായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതിൻ്റെ അർത്ഥം വരുന്നത് നിങ്ങൾ ചില കാര്യങ്ങളിൽ വളരെയധികം ക്ഷമയോടെ അതിനെ ഉൾക്കൊള്ളണമെന്നാണ്. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ടാകും. അത് ക്ഷമയോടെയും വെയിറ്റ് ചെയ്ത് നിങ്ങൾ ആ കാര്യത്തെ വീക്ഷിക്കണമെന്നാണ് പറയുന്നത്. അത് കരിയറിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് അടുത്ത ഒരു സ്റ്റേജായിട്ടുള്ള ക്യൂൻ ഓഫ് വാൻസ്, പേജ് ഓഫ് വാൻസിലൊക്കെ പറയുന്നത് വളരെ നല്ല എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്തായാലും നമ്മളതിനൊരു ശരിയായിട്ടൊരു തീരുമാനമെടുത്ത് ആലോചിച്ച് എടുത്ത് ചാടി ഒരു തീരുമാനമെടുത്ത് നമ്മളതിൻ്റെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകാതെ സമയമെടുത്ത് നല്ല ചിന്തയോടുകൂടി ആ കാര്യങ്ങളെ നമ്മൾ വീക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമ്മൾക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ക്യൂൻ ഓഫ് വാൻസ് വന്നിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റിയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയരാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഉള്ള ആളാണ്. പക്ഷേ നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾ പലവട്ടം ആലോചിച്ച് വേണോ വേണ്ടയോ എന്ന് എടുത്ത് തീരുമാനിച്ചാൽ മാത്രമേ അതിന് നമ്മുടെ ആ ഒരു പോസിറ്റിവിറ്റി കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ഇപ്പോൾ ഈ ഒരു കാർഡിൽ പറയുന്ന പോലെ നമ്മൾ എന്ത് കാര്യം നമ്മൾ വളരെയധികം ആലോചിച്ചൊരു തീരുമാനം എടുത്ത് ഒരു കറക്റ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെത്തുന്നത് ഈ പൊസിഷനിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പൊസിഷൻ വളരെ ഉയർന്ന നിലയിൽ എത്തും എന്നുള്ളതാണ് ക്യൂൻ ഓഫ് വാൻസ് പറയുന്നത്. ആ ഒരു തീരുമാനം നിങ്ങൾക്ക് ഒരിക്കലും തെറ്റായി വരില്ല. അത് കരിയറിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തിൻ്റെ ബേസിലാണെങ്കിലും നിങ്ങൾക്കതൊരിക്കലും ആ എടുത്ത തീരുമാനം നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റിയും വളരെയധികം ഉയർച്ചയും തരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ തരുന്ന മെസ്സേജ്. അപ്പം ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ ഏഞ്ചൽ നമ്പറായ 111 എന്നോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. അപ്പോഴാണ് നമ്മൾക്ക് ഈ പോസിറ്റിവിറ്റിയൊക്കെ നമ്മളിലേക്ക് ക്ലെയിം ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ വളരെ നെഗറ്റീവ് മൈൻഡായിട്ട് പല ആലോചനകളിലും പല ചിന്തകളിലും ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇത് നിങ്ങളിലേക്ക് എത്തുന്നത്. ആ സമയം മുതലാണ് നിങ്ങൾക്കിത് പോസിറ്റീവായി തുടങ്ങുന്നത്. ആ ടൈമിൽ നിങ്ങളിരിക്കുന്ന പൊസിഷനിൽ നിങ്ങൾ ഈ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആ തീരുമാനങ്ങളെല്ലാം വളരെയധികം ചിന്തിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതിന് നിങ്ങൾ പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം കമൻറ്റ് ചെയ്യുക.